സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നു. ഗുരുവായൂർ പോയത് ഒരു ഫംഗ്ഷന്റെ ബേസിലാണ്. അങ്ങനെ പോയി, അങ്ങനെ അപ്പോൾ നമ്മൾ എന്തായാലും ഇൻഫ്ലുവൻസസ് ആണ്. അപ്പൊ നമ്മുടെ അപർണ കെ ഷാജീസ് അഥവാ അപർണ അപ്പൂസ്, പലർക്കും ഞാൻ പുള്ളിക്കാരിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ കാമുകനുമായിരുന്ന ക്രൗഡ് കിഡോ എന്ന് പറയുന്ന പയ്യനുമായി ബ്രേക്കപ്പ് ആകുന്നു. ആ ബ്രേക്കപ്പിന് പിന്നാലെ ഇവൾക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള തരത്തിൽ ഇവളും ക്രൗഡ് കിഡോയും അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തും കൂടി സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ക്രൗഡ് കിഡോ പുറത്തു വിടുന്നു. അങ്ങനെ അത് ഭയങ്കര വൈറലാകുന്നു. നമ്മൾ മുമ്പ് ഇത് റിയാക്ട് ചെയ്തൊരു കണ്ടന്റ് ആണ്. ഇനിയിപ്പോ ഞാനായിട്ട് ആ വോയിസ് ക്ലിപ്പ് വീണ്ടും എടുത്തിട്ട് ഈ സംഭവം വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നില്ല. വേണ്ടവർക്ക് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയായിരുന്നു അപർണ കെ ഷാജിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ. എന്തായാലും ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ അപർണ കെ ഷാജി എന്ത് ചെയ്തെന്ന് അറിയോ? ഈ ബ്രേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ചെയ്യാൻ തുടങ്ങി. കണ്ടന്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കരഞ്ഞു മെഴുകി ഓരോരോ റീൽസുകൾ ചെയ്യാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തൊപ്പിയുടെ മുൻ കാമുകി ഫസ്മിന സാക്കിർ ഒക്കെ ചെയ്ത പോലെ ക്യാമറ ഓൺ ആക്കുന്നു, ഏതെങ്കിലും പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിപ്പിക്കുന്നു, പിന്നെ കരച്ചിലോട് കരച്ചിൽ എന്ന് പറയുമ്പോൾ എന്റെ അമ്മ അപാര കരച്ചിലാണ്. ഇവൾ ഇത്രയും കാലം ഇൻസ്റ്റാഗ്രാമിൽ കരഞ്ഞു തീർത്ത കണ്ണീര് വെച്ചിട്ട് വേണമെങ്കിൽ പഞ്ചായത്തിൽ ഒരു കുളം നിർമ്മിക്കാം. അമ്മാതിരി കരച്ചിലാണ് കരഞ്ഞു തീർത്തത്. എന്തായാലും ഞാൻ പുള്ളിക്കാരുടെ 1-2 കരച്ചിൽ റീലുകൾ കാണിച്ചു തരാം. പാവലെ ലൈറ്റ് ഒക്കെ ഓഫാക്കി ഇങ്ങനെ ഇരുട്ടത്തിരുന്ന് കരിയാണ്. ഇത് കണ്ടിട്ട് കരയണമോ ചിരിക്കണമോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഇതൊന്നല്ല മക്കളെ, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എന്റെ ആയ കാലത്ത് ജീവിതകാലം മൊത്തം കരഞ്ഞു തീർത്തതിനേക്കാളും ഇരട്ടി കരച്ചിൽ ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ കരഞ്ഞു തീർത്തിട്ടുണ്ട്. ഇവളെ ചില റീലൊക്കെ കണ്ടാണെങ്കിൽ ഇത് കരയാൻ വേണ്ടി ജനിച്ച ജന്മാണെന്ന് വരെ തോന്നിപ്പോകും. എന്തായാലും അടുത്ത റീലും കൂടി കണ്ടോക്കാം. അല്ലാ, ആ കരച്ചിലൊന്നും നോക്കിയാട്ടെ. ഇനി ഇതിന്റെയൊക്കെ വ്യൂസ് എന്ന് പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലല്ലേ കേട്ടോ. മില്യൺ കണക്കിന് വ്യൂസ് ആണ്. ഓരോ കരച്ചിൽ വീഡിയോക്കും 3 മില്യൺ 4 മില്യണൊക്കെയാണ് വ്യൂസ് വരുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് നാളെ ഞാനും ഒരു അക്കൗണ്ട് തുടങ്ങി കുറച്ച് കരച്ചിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. അല്ല, നമുക്ക് ആഗ്രഹമുണ്ട് ഒരു 1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടാൻ. അതുകൊണ്ട് പറഞ്ഞു എന്താ. പിന്നെ നമ്മള് പെണ്ണല്ലല്ലോ, നമ്മളൊക്കെ കരഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കൂല. വേണമെങ്കിൽ നാണമില്ലടെ ഈ മീശും വെച്ച് കയറാനെന്നും പറഞ്ഞ് തെറിക്കമന്റ് ഇടാൻ ആൾക്കാരുണ്ടാകും. അല്ലാതെ നമ്മളൊക്കെ ഇപ്പൊ ആരെ ആശ്വസിപ്പിക്കാനോ? എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സങ്കടമൊന്നുമില്ല. I'm all right. എന്തായാലും അപർണ കെ ഷാജി ഇങ്ങനെ കരഞ്ഞ് ഏകദേശം ഒരു 820K ഫോളോവേഴ്സ് പുള്ളിക്കാരെ ഒപ്പിച്ചെടുത്ത് കേട്ടോ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ഇടുന്ന വീഡിയോകൾക്കൊക്കെ ഒന്നും നമുക്ക് 1 മില്യന് താഴെ കാണാനേ പറ്റില്ല. അമ്മാതിരി വ്യൂസ് ആണ്. പിന്നെ ഞാനിതൊക്കെ പറയുന്ന സമയത്ത് ചിലവർക്കൊക്കെ തോന്നുന്നുണ്ടാകും, നീ എന്തൊരു മനുഷ്യനാണോ, ആ പെണ്ണ് എന്ത് മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നിനക്കറിയോ, അവൾ എന്തിനാണ് ഇങ്ങനെ കളിയാക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. ഇവൾ എന്ത് മാനസികാവസ്ഥയിലൂടെയും കടന്നു പോയിക്കോട്ടെ, അതെന്നെ ബാധിക്കുന്ന കാര്യമില്ല, അതെനിക്ക് തിരക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ എന്ത് മാനസികാവസ്ഥയിലൂടെ കടന്നു പോവാണെങ്കിലും ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി കരയുന്നതൊക്കെ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കപ്പുറം എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പൊ ആ രീതിയിൽ നോക്കി കാണാൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. എന്തായാലും പുള്ളിക്കാരി കരഞ്ഞ് ചാനൽ അത്യാവശ്യം റീച്ചൊക്കെ കയറ്റി. ഇനിയിപ്പോ എന്ത് വീഡിയോ ഇട്ടാലും മില്യൺ കണക്കിന് വ്യൂസ് വരുമെന്ന് അറിഞ്ഞപ്പോ അപർണ ചേച്ചി എന്താക്കിയെന്ന് അറിയോ? നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ സ്ഥിരം ഉടായ്പ പരിപാടികൾ അങ്ങ് തുടങ്ങി. എന്ത് ഗാംബ്ലിംഗ് പ്രൊമോഷൻ. പിന്നീട് അങ്ങോട്ട് ഗാംബ്ലിംഗ് പ്രൊമോഷന് സ്ഥിര ആളായി മാറി അപർണ ചേച്ചി എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അപർണ ചേച്ചി ചെയ്ത 1-2 ഗാംബ്ലിംഗ് പ്രൊമോഷൻ വീഡിയോസ് ഒന്ന് കണ്ടോക്കാം. ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് ജ്വല്ലറിയിലേക്ക്. അപ്പൊ അമ്മയ്ക്കായിട്ട് ഞാൻ സെലക്ട് ചെയ്ത നെക്ലേസ് ആണ്. അതെങ്ങനെയുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എനിക്ക് നെക്ലേസ് ഒക്കെ എടുക്കാനായിട്ട് എവിടെ നിന്നാണ് ക്യാഷ്. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവ് ആയിട്ട് അത് കാണിച്ചു തരാം. എന്റെ ബയോലിക് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഇന്റർഫേസ്. അതോ വേണ്ട, ഇന്റർഫേസ് ഒന്നും വേണ്ട, ഉള്ള ഇന്റർഫേസ് കണ്ടെടുത്തോളം തന്നെ മതിയായിരിക്കും. എന്തായാലും ഇതിനൊക്കെ പറയാ, ഒരു റിലേഷൻഷിപ്പിലുണ്ടായ ബ്രേക്കപ്പും വെച്ച് കരഞ്ഞ് റീച്ച് ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം റീച്ച് ആയപ്പോ പിന്നെ ആൾക്കാരെ പറ്റിക്ക് ഇറങ്ങിയിരിക്കുവാണ് ഗാംബ്ലിംഗ് പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഉളുപ്പുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അതില്ലാന്നറിയാം. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ്. ഇനി പുള്ളിക്കാരന്റെ അടുത്ത വീഡിയോ നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ എന്റെ കോളേജിൽ ഫീസ് ഒക്കെ അടയ്ക്കാൻ ടൈമായി. അതുകൊണ്ട് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയ കാരണം വീട്ടിൽ ഞാൻ പൈസ വയ്ക്കുന്നില്ല. അങ്ങനെ ഞാൻ തന്നെ രാജ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഗെയിം കളിച്ച പൈസ ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ATM വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ പൈസ. അപർണ ചേച്ചിന്റെ കയ്യിലുള്ള പൈസ നോക്കിയേ, അയ്യോ എന്തോരം പൈസകളാണ് കയ്യില്. ഇതൊക്കെ ഗെയിം കളിച്ചുണ്ടാക്കിയതായിരിക്കും അല്ലേ എന്നെന്റെ പട്ടി ചോദിക്കും. അപർണ ചേച്ചിന്റെ കമന്റ് ബോക്സിൽ ചിലപ്പോൾ അപർണ ചേച്ചിന്റെ ഫാൻസ് ചോദിക്കുമായിരിക്കും,
ഇതെല്ലാം ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു അടവുകളല്ലേ. ATM പോകുന്നു, പൈസ എടുക്കുന്നു, കാണിക്കുന്നു. അല്ലാ, ഇതൊക്കെ കണ്ടാണെങ്കിൽ ആർക്കാരും തോന്നിപ്പോകും ഗെയിമൊക്കെ കളിച്ച് പൈസ ഉണ്ടാക്കി റിച്ച് ലൈഫാണ് മുന്നോട്ട് നയിക്കണമെന്ന്. ഇതൊക്കെ പണ്ടത്തെ ആട് തേക്ക് മാഞ്ചിയം പോലെ ആൾക്കാരെ കണ്ണ് പൊടിയിടാനുള്ള ഓരോരോ ട്രിക്കുകളല്ലേ. എന്തായാലും ഇങ്ങനെയൊക്കെ കരച്ചിൽ വീഡിയോസും അതിന്റെ ഇടയിൽ കൂടെ ഗാംബ്ലിംഗ് പ്രൊമോഷനൊക്കെ ആയിട്ട് ചേച്ചി ഇങ്ങനെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കേരള പോലീസിന്റെ സൈബർ വിങ് ഈ ഗാംബ്ലിംഗ് പ്രൊമോഷൻ നടത്തുന്ന ആൾക്കാരുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. അതോടെ ചേച്ചി പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ചേച്ചിന് മുന്നിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാണ്ടായി. നടത്തിയ എല്ലാ ഗാംബ്ലിംഗ് പ്രൊമോഷനും വീഡിയോയും ചേച്ചി അങ്ങ് എടുത്തു കളഞ്ഞു ചാനലിന്. ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാരെ അക്കൗണ്ട് എടുത്തു കളയുക. അതുകൊണ്ടാണ് ഈ അക്കൗണ്ടിനെ ഉയർത്തി കൊണ്ടുവരാൻ അപർണ ചേച്ചി ഒരു പഞ്ചായത്ത് കോളം നടക്കാനുള്ള അത്രയും കരച്ചിൽ കരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ അക്കൗണ്ട് പോയി പുതിയൊരു അക്കൗണ്ട് തുടങ്ങി ഒന്നിന്ന് വീണ്ടും കരിഞ്ഞു തുടങ്ങാൻ വയ്യ. അതിനേക്കാളും ഭേദം ചെയ്ത പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ എടുത്തു കളയുന്നതാണ്. എന്തായാലും ഇപ്പൊ അപർണ ചേച്ചിന്റെ അക്കൗണ്ടിൽ ഇങ്ങനത്തെ ഗാംബ്ലിംഗ് പ്രൊമോഷൻ വീഡിയോസ് ഒന്നും കാണാനില്ല കേട്ടോ. നല്ല കാര്യം. എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപർണ ചേച്ചിയുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അടുത്തൊരു വിവാദം പൊങ്ങി വരുന്നത്. സംഭവം അപർണ ചേച്ചി അടുത്ത് ഗുരുവായൂർ അമ്പല നടയിൽ ഒന്ന് തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് റീൽ എടുക്കുകയും ചെയ്തു. നമ്മൾ എന്തായാലും ആ റീൽ വീഡിയോ ഒന്ന് കണ്ടോക്കാം. എന്താ പെണ്ണിന്റെ സന്തോഷം കണ്ടില്ലേ. ഉള്ള ഗാംബ്ലിംഗ് പ്രൊമോഷനും നടത്തി ആൾക്കാരെ പൈസ ഉണ്ടാക്കി പുട്ടടിച്ചിട്ട് ഗുരുവായൂർ അമ്പലം നടയിലേക്ക് തൊഴാൻ വന്നേക്കുവാണ്. ഞാനൊന്നും പറയുന്നില്ല. ഇനി ഇതേ അമ്പലം നടയിൽ വെച്ച് ഇതേ സമയം തന്നെ പുള്ളിക്കാരുടെ മുൻ കാമുകന്റെ ഒരു റീലും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കണ്ടോക്കാം. എന്തായാലേ രണ്ടാളും ഒരേ സ്ഥലത്ത് ഒരേ സമയം ഒരേ ഡ്രസ് കോഡ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാവൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് രണ്ടാളും കൂടി ഒരുമിച്ചുള്ള ഒരു റീലും കൂടി ഉണ്ട്. അതും കൂടി കാണിച്ചു തരാം. അത് ഇവരുടെ ചാനലല്ലേ കേട്ടോ, വേറെ ആരാ അപ്പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ടതാണ്. കാണിച്ചു തരാം. സത്യം പറഞ്ഞ ചേട്ടായി, ഇന്നൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നു. ബെസ്റ്റ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ? എടാ ഇവര് രണ്ടാളും കൂടി ചേർന്ന് നമ്മളെല്ലാരും പറ്റിക്കായിരുന്നടാ. ഇവർ തമ്മിൽ ബ്രേക്കപ്പും ഇല്ല, ഒരു ഇഷ്യൂ ഇല്ല, ഒരു തേങ്ങാക്കലും ഇല്ല. വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ആരായി? അതന്നെ ഇപ്പൊ മനസ്സിലായല്ലോ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. എന്തൊക്കെ ബഹളായിരുന്നു. ഒരുത്തന് വോയിസ് ക്ലിപ്പ് പുറത്തിടുന്നു, മറ്റൊരുത്തി ഇപ്പുറത്ത് കരിഞ്ഞോണ്ട് വീഡിയോ ഇടുന്നു. എനിക്ക് അപ്പോഴേ തോന്നി ഇതിങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ എന്ന്. ഇവറ്റുകളുടെ ഒക്കെ പിന്നാലെ അപർണ ചേച്ചി കരിയല്ല, അപർണ ചേച്ചി, അപർണ ചേച്ചിക്ക് ഞാനുണ്ട്, അപർണ ചേച്ചി എന്നും പറഞ്ഞ് കമന്റ് ഇട്ട് പിന്നാലെ പോകുന്ന ആൾക്കാർ പറഞ്ഞാൽ മതിയല്ലോ. അവരൊക്കെ ഉണ്ടല്ലോ മട്ടൽ വെട്ടിയടിക്കണം. നോക്കിക്കോ, ഈ കമന്റ് ബോക്സിൽ ഉണ്ടാവും അവറ്റകളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണം. ഇവര് തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവേ പാച്ചപ്പ് ആവേ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് അതിലിട്ട് ഇടപെടാനായിട്ട് താല്പര്യമില്ല. പക്ഷെ ആ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് റീച്ചും ഉണ്ടാക്കിയിട്ട് പിന്നീട് ജനങ്ങളെ മൂഞ്ചിക്കുന്ന പരിപാടി കാണിക്കുമ്പോൾ രണ്ടെണ്ണം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഗാംബ്ലിംഗ് പ്രൊമോഷൻ നടത്തിയതിന്റെ ഒരു ചൊർക്കും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ, എല്ലാം കൂടി ചേർത്തങ്ങ് തന്നതാണ്. എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇറങ്ങിയപ്പോൾ പലരും ഇതെടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പൊ പിന്നെ അപർണ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് നൊന്തു. അങ്ങനെ അപർണ ചേച്ചി എന്താക്കി ഇതിന് ന്യായീകരണമായിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്താന്ന് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും, അപ്പൊ അവരുടെ ഒരു ഫംഗ്ഷൻ ഞങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ചിക്കുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാ. അപ്പൊ ഞങ്ങൾക്ക് പോയാൽ പറ്റും. അതുപോലെ തന്നെ ഗുരുവായൂർ പോയത് ഒരു ഫംഗ്ഷന്റെ ബേസിലാണ്. അങ്ങനെ പോയി അങ്ങനെ അപ്പോൾ നമ്മൾ എന്തായാലും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, എവിടെ പോയാലും നമ്മൾ വീഡിയോസ് എടുക്കും. അതോ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള വാക്കൊന്നും പറയല്ല മോളെ. ആ വാക്കിന് അർത്ഥമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ വാക്ക് ഉച്ചരിക്കാൻ പോലുള്ള അവകാശം തനിക്കില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് ഇൻഫ്ലുവൻസർ എന്നുള്ള പേര് ഒരു ചീഞ്ഞളിഞ്ഞ പേരായതുകൊണ്ട് തന്നെ തൽക്കാലം പറഞ്ഞു ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന്. കാരണം ഇപ്പൊ എല്ലാ ഉടായ്പന്മാർക്കും ഇട്ട് കൊടുക്കുന്ന പേര് ഇതാണല്ലോ, ഇൻഫ്ലുവൻസർ എന്ന്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഉടായ്പ മൊത്തം കാണിച്ചു വെച്ചിട്ട് പറഞ്ഞേക്കുവാണ് ഞാൻ ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ. കഷ്ടം. പറഞ്ഞാൽ കൂടി പോകും. എനിവേ, ഈ ഗുരുവായൂരിൽ വെച്ച് ഒരുമിച്ചെടുത്ത ഇൻസ്റ്റാഗ്രാം റീലിനെ കുറിച്ച് പുള്ളിക്കാർ ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ടല്ലേ. എന്താണത്? രണ്ടുപേർക്കും കോമൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ കോമൺ സുഹൃത്ത് വിളിച്ചു പോയപ്പോ കോയിൻസിഡന്റ് ആയി കണ്ടുമുട്ടിയതാണെന്നൊക്കെ. ഓക്കെ, അത് കോയിൻസിഡന്റ് ആണെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള പല റീലുകൾ എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ഈ പറയുന്ന ക്രൗഡ് കിഡോന്റെ ഒരു ഷർട്ട് അരയിൽ വെച്ചുകൊണ്ട് ഈ പെണ്ണൊരു റീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 റീലും സൈഡ് കാണിക്കാം. അതുപോലെ തന്നെ 2 പേരും ഒരേ സുഹൃത്തിന്റെ കൂടെ പോയി ബീച്ചിൽ റീൽ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതുകൂടെ കാണിക്കാം. ഇതെല്ലാം കോയിൻസിഡന്റ് ആയിരിക്കും അല്ലേ? അല്ലെ നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ പറ്റിച്ചോ? മറ്റേ ടീം ഉണ്ടല്ലോ, ഏത് അപർണ ചേച്ചി ഉയരി, അപർണ ചേച്ചി മുത്തെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ടീം, അവരെ പറ്റിച്ചോ. അതല്ലാണ്ട് ഇങ്ങനെ പബ്ലിക് ഉണ്ടാക്കന്മാരാണെന്ന് വിചാരിക്കരുത്. ഇനി പുള്ളിക്കാരുടെ ഗാംബ്ലിംഗ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിമർശനങ്ങൾക്കെതിരെ പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി ഒന്ന് കേട്ടോക്കാം. ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി
എന്നെക്കാളും കൂടുതൽ വീഡിയോസ് ഇട്ടവരുണ്ട്, മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. നിന്നെക്കാളും 10 വീഡിയോ ഒരാൾ കൂടുതൽ ഇട്ടെന്ന് കരുതി നീ ചെയ്ത് ഉളുപ്പില്ലായ്മയായി മാറുന്നുണ്ടോ? അല്ലെ, അറിയാത്തോണ്ട് ചോദിക്കുക. അവൾ നൽകിയ ന്യായീകരണമാണ് എന്നെക്കാളും കൂടുതൽ വീഡിയോ വേറെ ഒരാൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ന്യായീകരണമാണ് പറഞ്ഞത്? ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഞാൻ എന്നിട്ടത് റിമൂവ് വരെ ആക്കി. അല്ല, റിമൂവ് ആക്കിയില്ലേ? ഇവളെ വർത്താനം കേട്ടാ തോന്നും ഇവൾക്ക് ഗാംബ്ലിംഗ് പ്രൊമോഷൻ നടത്തിയിട്ട് പിന്നീട് മനസ്താപം വന്നിട്ട് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് റിമൂവ് ആക്കിയതാണെന്ന്. കേരള പോലീസുകാർ നടപടി എടുക്കാൻ തുടങ്ങിയപ്പോൾ പേടിച്ചിട്ട് റിമൂവ് ആക്കിയതല്ല. അപ്പൊ പിന്നെ വല്ലാണ്ട് അങ്ങ് കിടന്ന് ന്യായീകരിക്കല്ലോ മോളെ. നീ ന്യായീകരിച്ച് എങ്ങോട്ടായി പോകുന്നത്? പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് പറയാനില്ല. ഈ ഉടായ്പ കാണിച്ച് നടക്കുന്നവന്മാർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. കൊടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.